89.6 FM Sargakshetra SK Hotspot RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. വെൽക്കം ടു SK Hotspot on Sargakshetra 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് എന്റെ കൂടെ SK Hotspotൽ ജോയിൻ ചെയ്തിട്ടുള്ളത് മലയാളം ഫിലിം ആക്ടർ സിനിൽ സൈനുദ്ദീൻ. ഇക്ക, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നാള് നമ്മൾ കാത്തിരുന്നു. ഓക്കെ, തിരക്കാണ് ഐനോ, പക്ഷെ എന്നാലും ഓക്കെ ഇന്ന് ആവട്ടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എങ്ങനെ കാത്തിരുന്ന് കിട്ടിയ മുത്താണ് എന്ന് പറയാം. എന്നാണ്ട് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കറിയാം, എന്നെ ഇടക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ബിസി ആയിരുന്നു. കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഫ്ലവേഴ്സിലെ ഹോം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് സ്പോട്ട് ഡബിങ് ആണ്, മനസ്സിലായി, സിംഗ് സൗണ്ടിലാണ് ചെയ്യണത്. അപ്പൊ അതിലിങ്ങനെ വിളിക്കുമ്പോ എനിക്കൊരു ടൈം കിട്ടുന്നില്ല. അതായിരുന്നു ബിസി ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മള് കേട്ടുമുട്ടി അല്ലേ? അതെ, കേട്ടുമുട്ടി. ഓക്കെ, 89.6 FM Sargakshetra SK Hotspot RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. സിനിമാ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എനിക്ക് അറിയേണ്ടത് നമ്മുടെ വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ് ഫസ്റ്റില് പോകുന്നത്. അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വിശേഷം അല്ലേ? അതെ, അതിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. May 17 റിലീസ് ആവാനായിട്ട് പോകുന്നത്. സിമിയോൺ ഡയറക്ട് ചെയ്യുന്ന സിനിമ. ആൻഡ് ഈ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ എന്തെങ്കിലും ഒന്ന് പറയാവോ? എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരു ഭാര്യനെ കിട്ടുന്നത് സിനിമയില്. എന്റെ സ്വന്തം ഭാര്യ കേൾക്കാം. അടിപൊളി. ഇത്തവണ പേരെങ്ങനെയാ? എന്റെ വൈഫിന്റെ പേര് ഹുസൈന എന്നാണ്. ക്യാരക്ടർ ഹുസൈന എന്നാണോ? അല്ല, എന്റെ ജീവിതത്തിലെ വൈഫിന്റെ പേര് ഹുസൈന എന്നാണ്. ഇപ്പൊ സിനിമയില് ഉള്ളത് നമ്മുടെ നീലത്താമരയിലൂടെ കടന്ന് നമ്മുടെ അർച്ചന കവി. ഓക്കെ, അപ്പൊ അർച്ചനയുടെ ഹസ്ബൻഡായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അശോകങ്ങള്, നമ്മുടെ ഹരിശ്രേഷോകള്, പിന്നെ ഷെമ്മിത്തിലകൻ. അപ്പം അത് പിന്നെ ലിയോൺ അലിഷോയി, ബാലു വർഗീസ്. അതെ, അത് ബാലു വർഗീസ്. ബാലു ആണ് മെയിൻ സംഭവിച്ചത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഉള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീൻ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറെ പറ്റി. ഈ സീൻ നമ്മൾ ഇതിലേക്കാണെങ്കിൽ സ്ക്രിപ്റ്റിന്റെ സ്ഥാനത്തിലൊക്കെ നമ്മളാണ് ചെയ്തിരിക്കുന്നത്, എന്റെ സീൻ മാത്രം. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയായിരുന്നു, അത് വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പൊ ഇക്കാടേതായിട്ടുള്ള കുറെ ഇതൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റുമല്ലേ ഇതിനകത്ത്? അതെ, അപ്പൊ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താ പറയാ, അത് ആ ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്തു. എല്ലാ ദിവസവും രാവിലെ നമ്മള് ലൊക്കേഷനിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഇങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിൽ തോന്നി എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും അവിടെ പൊട്ടിച്ചിരിക്കും. ഇത് കൊള്ളാം, നമുക്ക് ഇത് ഇടാം കേട്ടോ, നമുക്ക് ഈ സാധനം കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുക നല്ലത് ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് അതൊക്കെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ആ ഒരു കാണാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പറവയില് അങ്ങനെ ഇക്കാടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ഏതെങ്കിലും സീനിലുണ്ടോ? ഇക്കായിട്ട് ഇങ്ങനെ കൈ നിട്ട ചില സാധനങ്ങളൊക്കെ? പറവയില് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാലഘട്ടങ്ങളാണ് കാണിക്കുന്നത്. അപ്പം അതിനകത്ത് കാണിക്കുമ്പോ എന്ന് പറയുമ്പോ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ ദുൽഖർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള മറ്റേ ഒരു കൂട്ടുകാരാണ്. ആരും അങ്ങോട്ടും അധികം സംസാരിക്കുന്നോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനകത്തൊന്നും നമുക്ക് അങ്ങനെ കോമഡി ആഡ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങളോ നമുക്കൊരു സ്പേസ് കിട്ടുന്നില്ല. ഇല്ല, അതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇക്കാടെ നമ്മുടെ വൺ പ്രിൻസസ് സ്ട്രീറ്റിലെ ഇക്കാടെ ഒരു വിളയാട്ടം തന്നെ കാണാനായിട്ട് പറ്റും അല്ലേ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അതൊക്കെ തിയേറ്ററിൽ വരുമ്പോ മാത്രം നമുക്ക് ഇതൊക്കെ പരീക്ഷണങ്ങൾ മാത്രമാണ്, എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എന്തായാലും കണ്ടവര് ചിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാരും ചിരിപ്പിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ഞങ്ങളും കാത്തിരിക്കാണ് ഏറെ ചിരിക്കാനായിട്ട് വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, 89.6 FM Sargakshetra SK Hotspot RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. SK Hotspotൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് സിനിൽ സൈനുദ്ദീനാണ്. അപ്പൊ ഇക്ക
അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രിൻസസ് സ്ട്രീറ്റിന്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടപ്പോഴേ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെലിബ്രേഷൻ മൂവി എന്നാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ കണ്ടായിരുന്നു. അപ്പം എന്ത് തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആണ്, വാട്ട് കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് സിനിമയെ കുറിച്ച്? അത് നല്ലൊരു പടം കണ്ടു കഴിഞ്ഞു എന്നുള്ളൊരു സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ, മിക്കവാറും അതായിരിക്കും. ഓക്കെ, സെലിബ്രേഷൻ ഓഫ് ലവ് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പാട്ടിനകത്തൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെ സെലിബ്രേഷൻ അതിനകത്ത് ഉള്ളത്? നമുക്ക് ചിരിക്കാനുണ്ട്, ഇക്കടെ കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് കേട്ടു. പിന്നെ എന്തൊക്കെ സെലിബ്രേഷൻ ആണ്? ഒരു ഫാമിലി മൂവി ആണോ? എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? ഇത് ഒരു ലവ് ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് സംഭവം. ഓക്കെ, പടം മൊത്തത്തില് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുള്ളൂ. അപ്പൊ ഞാൻ ഡബിങ്ങിന്റെ പോർഷൻ മാത്രം ഇരുന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരക്കായി പോയി, അതാണ് പറ്റിയത്. മൊത്തത്തിൽ ഇങ്ങനെ തിരക്കാണല്ലേ, തിരക്ക് പിടിച്ച ജീവിതം. ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഉള്ളൊരു തിരക്കുള്ളൂ. കാരണം ഈ സ്പോട്ട് ഡബിങ് കാര്യങ്ങളായോണ്ട് ലൈവാണ് സൗണ്ട്. അപ്പൊ അതും പിന്നെ രാവിലെ പോവും, വൈകിട്ടാണ് വരുന്നത്. അപ്പൊ കുറച്ച് തിരക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ സിനിമ ലൈഫ് അതുപോലെ തന്നെ ഈ ഒരു സീരീസ് ലൈഫൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് വരിക്കുമ്പോൾ ഇക്കാനെ ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടല്ല മാസങ്ങളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇക്ക എന്താണ് പറ്റുക? അതെ, ഇതിപ്പോ ഞാനെന്തോ ജോയിന് പൈസ കടം കൊടുത്തിട്ട് എന്നെ വിളിക്കുന്ന പോലെ അവസ്ഥ. ഇതപ്പൊ കാണാൻ പറ്റും, ഇപ്പൊ അടുത്ത ആഴ്ച അങ്ങനെ പോയി, അതാണ് പറ്റിയത്. അതെ, അവസാനം കടം വീട്ടി. അതെ, നമ്മള് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടെ പരീക്ഷയൊക്കെ എനിക്ക് തീർക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പരീക്ഷ തെറ്റാണ്, അഡ്ജസ്റ്റ് ചെയ്യണോ ഇക്ക? ഓക്കെ, ഞാനേ കഴിഞ്ഞ ദിവസമൊക്കെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഷാജി പാപ്പനും മിഥുൻ മാനുവൽ തോമസും വിജയ് ബാബു ഇവരൊക്കെയുള്ള ഒരു പോസ്റ്റർ ആട് 3ന്റെ ഒരു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റർ. അപ്പം ഇക്ക അതിട്ടപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ, ഇനി എങ്ങോട്ടും ഒരു കഥാപാത്രം അതിനകത്ത് ഉണ്ടോ എങ്ങനെയാണ്? അതൊന്നും പറയാൻ പറ്റില്ല, സീക്രട്ട് ആണോ? അല്ല, അതൊക്കെ സിനിമയുടെ കാര്യമാണ്, തിയേറ്ററിൽ വന്നാൽ പറയാം. ഇതുവരെ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് അതിനോടുള്ള ഒരു ആരാധനയുടെ പുറത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒരു പ്രതീക്ഷ കൈവിടണോ? എന്റെ പ്രതീക്ഷ ഒന്നും വേണ്ട കുട്ടി. ഓക്കെ, എന്നെ വേദനിപ്പിക്കാതെ അതിനുള്ള മറുപടി തന്നിട്ടുണ്ട്. ഓക്കെ, 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. നമ്മുടെ സിനിമാ നടനായിട്ടുള്ള സിനിൽ സൈനുദ്ദീന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു മികച്ച ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ മലയാളത്തിന്റെ എക്കാലവും ഓർത്ത് നിൽക്കുന്ന സൈനുദ്ദീൻ ഇക്കയുടെ മകനാണ്. അപ്പം ഇക്ക ഈ ഒരു സിനിമ ആക്ടർ എന്ന നിലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ മിമിക്രിയിലേക്ക് വരുവാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആയി ഇപ്പൊ കയ്യിലുള്ളത്? ഇപ്പൊ നമുക്കറിയാം സൗബിനിക്കാനെ കാണിച്ചിട്ടുണ്ട്, സലീം കുമാർ, അതുപോലെ തന്നെ വിനയ് ഫോർട്ട്, ഷെയ്ൻ നിഗം, ജാഫർ ഇടുക്കി, ഇങ്ങനെ കുറെ പേരുണ്ട്. ആൻഡ് ഈ ഒരു 2024 സ്പെഷ്യൽ ആയിട്ട് സിനിൽ സൈനുദ്ദീന്റെ കയ്യിൽ എന്താണ് ഉള്ളത് മിമിക്രിയില്? അത് ഇതുവരെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്നതും ഞാൻ എൻജോയ് ചെയ്യണം, എന്നാലാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, മുമ്പേ ഞാൻ പറഞ്ഞു, ഞാൻ അത്ര വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. നമുക്ക് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യും എന്നുള്ളൂ. പക്ഷെ എനിക്കൊക്കെ ഇപ്പോഴും ആരാധന ഉള്ളത് നമ്മുടെ മഹേഷ് മിമിക്സ്, പുള്ളിയുടെ ഒക്കെ ചെയ്യാനാണ് എനിക്ക് അത് കാണാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പുള്ളി അനുകരിക്കാത്ത ഒരാളുടെ സൗണ്ട് പോലും ഇല്ല. അത് മിമിക്രിയിലെ ലേറ്റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷ് മിമിക്സ് ആണ്, പുള്ളിയാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, ഞാൻ പുള്ളിയുടെ ഷോയില് ഞാൻ ജഡ്ജൊക്കെ ആയിട്ട് പിന്നെ കോമഡി ഉത്സവം, അതില് ഞാൻ ഫസ്റ്റ് ടൈം പുള്ളിയുടെ മഹേഷിന്റെ അന്നാണ് ഞാൻ കാണുന്നത്. അന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് കൈയടിച്ചതാണ് പുള്ളിയുടെ ഇത് കണ്ടിട്ട്. പിന്നെ മിമിക്രി ഞാനൊക്കെ ഇപ്പൊ എന്താ പറയാ, ചുമ്മാ സെറ്റിലൊക്കെ ഇരുന്ന് ചെയ്യുന്നു എന്ന് മാത്രം ഉള്ളൂ. അതല്ലാതൊരു പ്രൊഫഷണൽ ഒന്നും പറയാൻ ഒന്നും സ്വാതന്ത്ര്യമില്ല എനിക്ക്, അതങ്ങനൊന്നുമില്ല. അങ്ങനെ തമാശക്ക് ചെയ്യുന്നു, അത് കൊള്ളാട്ടോ എന്നങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു കലയെ നമുക്ക് ഒരു സന്തോഷം തോന്നുമ്പോ ചെയ്യുന്നു അല്ലേ? അത്രേ ഉള്ളൂ, അതല്ലാതെ വലിയ സംഭവമൊന്നുമല്ല. ഈ നമുക്കും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കാവോ ഇക്ക? എങ്ങനെ? ഒരു മിമിക്രി എന്തെങ്കിലും ഒരു ബൈറ്റ് കാണിച്ച്, ഒരു ബൈറ്റ്. ഞാനിപ്പോ എന്താണെന്നറിയോ, ഞാനിപ്പോ വേറൊരു ഫോക്കസിൽ ഇരിക്കണോണ്ട് മിമിക്രി എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടേ ഒരുപാട് നാളായി. ഓക്കെ, പല വിധമായിട്ടുള്ള തിരക്കുകളുണ്ടല്ലോ, സിനിമയുടെ തിരക്കുണ്ട്, ഇപ്പോഴത്തെ ഈ സീരിയൽസിന്റെ തിരക്കുണ്ട്. അപ്പം ഈ മിമിക്രിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ സമയം കണ്ടെത്താറുണ്ടോ? എപ്പോഴാണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രാക്ടീസ് ഒക്കെ? ഞാനിപ്പോ കൂടുതൽ കണ്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് കണ്ട് എൻജോയ് ചെയ്യാൻ
അങ്ങനെ പുതിയതായിട്ട് അങ്ങനെ എനിക്കങ്ങനെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ അത് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോയാലോ? നമ്മുടെ SK ഹോട്ട്സ്പോട്ടിൽ ഇക്കാടയ്ക്ക് ഞാനൊരു 3 ഓഡിയോസ് കേൾപ്പിക്കാം. ഈ ഓഡിയോസ് കേൾക്കുമ്പോ ഇക്കാടെ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓഡിയോസിലേക്ക് പോയാലോ? ഓക്കെ. അതായത് സൈനികയുടെ കുട്ടികൾ സിനിമയിൽ വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ 11 സീനിൽ ചെറിയ രീതിയിൽ മിമിക്രിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൻ ഒരു ചെറിയ പാരയായിട്ട് വരുന്ന ലക്ഷണമുണ്ട്. അതിന്റെ പേരിൽ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ആദ്യം എനിക്ക് കിട്ടിയത് ഇതാണ് കുട്ടികൾ തന്നെ പറയുന്ന ഒരു ഇന്റർവ്യൂല്. അത് ഞാനുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ അതൊക്കെ. അപ്പം അതിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടാണോ. അപ്പൊ ഇതിനകത്ത് സൈനുദ്ദീനിക്ക പറയുന്നുണ്ട് 11 സീനിൽ അവന് എന്താ മിമിക്രി ഒക്കെ ചെയ്ത് വരുന്നുണ്ട്, അവനെ വളർത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ എന്താ മിമിക്രി ആർട്ടിസ്റ്റ് ആയി മാറി. അതുപോലെ തന്നെ വേദിയിൽ ഒരുപാട് വേദിയിൽ മിമിക്രി കാണിക്കാനായിട്ട് പറ്റി എന്റെ ഒരു സിനിമാ നടനാവുന്നു. ഹൗ ഡു യു ഫീൽ നൗ? അയ്യോ, അത് ശരിക്കും എന്റെ ഫോക്കസ് പണ്ട് അത് തന്നെയായിരുന്നു, സിനിമ തന്നെയായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ ആര് വീട്ടിൽ വന്ന് പോയി കഴിഞ്ഞാലും ഞാൻ ഈ മിമിക്രി അവരെ അനുകരിക്കുമായിരുന്നു. പിന്നെ സ്കൂളിലാണെങ്കിലും ഈ അനുകരണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞ് നമ്മൾ IT-യിലായിരുന്നു. IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരെ ഞാൻ മിമിക്രി കാണിക്കും. അവിടുത്തെ ടീം ലീഡേഴ്സിനും L1 L2 മാനേജേഴ്സിനൊക്കെ. അപ്പൊ അവര് പറയണം നിനക്ക് പറ്റിയ സിനിമ തന്നെയാണ്, നീ അതായിരിക്കും ചെയ്യണത്, അത് നല്ലത് എന്ന് പറയുമായിരുന്നു. അപ്പം അവിടെ അന്ന് ഇൻഫോ പാർക്കിൽ അവിടെയൊക്കെ നമ്മൾ നെസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്കറിയാം അതിപ്പം എത്ര സാലറി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും എന്റെ സീറ്റ് അല്ല, ഇതൊന്നും അല്ല നമ്മുടെ തലയിൽ വരച്ചിരിക്കുന്നത്. അതെ. അപ്പം അങ്ങനെ ഒരു തോന്നൽ പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ എനിക്കൊരു കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് വേണമായിരുന്നു. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ജോലിയിലോട്ട് ചെന്നത്. ജോലിയിലെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ സ്റ്റേജസ് കിട്ടുള്ളൂ. എന്നാലുള്ള അഭിനയത്തിലും കുറച്ച് മൈൻഡ് ഒരു കഴമ്പ് കിട്ടുള്ളൂ. അപ്പൊ അതും പിന്നെ വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഒരു ടൈം ആവുമ്പോ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. നമ്മുടെ സിനിമാ നടനായിട്ടുള്ള സിനിൽ സൈനുദ്ദീന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു മികച്ച ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ മിമിക്രി പറഞ്ഞ നമ്മുടെ മെയ്ഡ് ഇൻ ഇങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് സാധനം കിടപ്പുണ്ട്, അതെ, രക്തത്തിലുള്ളതാണ്, ഉള്ളതാണത്. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പൊ വീട്ടിലൊക്കെ ഒരു ആക്ടേഴ്സ് ഒക്കെ വരുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ആള് മിമിക്രി ആണ് കേട്ടോ. ചെറിയ കുട്ടികൾ കാണിക്കുമ്പോ അങ്ങനെ പറയാം. ഞാനും വിചാരിച്ച അതൊക്കെ ആയിരുന്നു എന്നാണോ. പിന്നെ ഞാൻ യുവജനോത്സവം അതിനൊക്കെ പോയി. അപ്പൊ അതിനൊക്കെ പോകുമ്പോഴൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് സ്കൂളിലും കോളേജിലൊക്കെ ആണെങ്കിൽ നമ്മള് സ്റ്റേജിൽ കയറുമ്പോ തന്നെ നല്ല കൈയിടി ഒക്കെ കിട്ടുമായിരുന്നു. കാരണം അവിടുത്തെ പ്രിൻസിപ്പളിന്റെ സൗണ്ട് ഒക്കെ എടുക്കുമായിരുന്നു കോളേജിലെ. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ജോസ്പെറ്റ് സാറിന്റെ സൗണ്ടാണ് ഇതുകൊണ്ട് അതൊരു കഥ പോലെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് നമ്മുടെ ഒരു ഓഡിറ്റോറിയം ഡേ ആയിരുന്നു. അപ്പൊ ഓഡിറ്റോറിയം പണിതത് ഇന്റീരിയർ ഡിസൈനർ ഇന്ന നടനായിരുന്നു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പം അത് നികേഷ് കുമാർ ന്യൂസ് വായിക്കുന്നു. അപ്പൊ ഓരോ നടന്മാരാണ് ഇതിലെ കർട്ടന്റെ വർക്ക് ചെയ്തത് ഇന്ന നടനാണ്, ഇന്റീരിയർ ചെയ്തത് ഈ നടനാണ്, അതുപോലെ തന്നെ സ്റ്റേജ് ഒരുക്കിയത് ഇന്ന നടനാണെന്നൊക്കെ പറഞ്ഞ് അന്ന് മറ്റേ ജാഫർ ഇടുക്കിയൊക്കെ 8 സുന്ദരികളും ഞാൻ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ജാഫർ ഇടുക്കി നമ്മൾ കാണുന്നത്. അന്ന് പോലെ പിടിച്ചതാണ് അല്ലേ? ജാഫർഖാനൊക്കെ പണ്ട് തൊട്ട് ഇഷ്ടമാണ്. ജാഫർഖാന്റെ മകനായിട്ട് എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ പറവില്. അതെ. ഈ ഒരു നിമിഷത്തിലെ ഒന്ന് ചോദിച്ചോട്ടെ, ജാഫർ ഇടുക്കി അദ്ദേഹത്തെ ഒന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് അനുകരിക്കാവോ? ചെറുതായിട്ട് ഒരു പോർഷൻ. എല്ലാം പറയാതെ നിനക്ക് എല്ലാവരും വേണമെങ്കില് അപ്പച്ചോട് ചോദിച്ചാൽ പോരെ. അടിപൊളി. ഞാനേ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇക്ക പറഞ്ഞു ഓരോ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ടാണ് അന്ന് സ്കൂളിൽ കലോത്സവത്തിലാണെങ്കിലും പെർഫോം ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഡാഡി എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്? മോനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഡാഡി എല്ലാത്തിനും പങ്കെടുക്കാൻ പറയും. മിമിക്രി, മോണാക്ട്, ബ്രേക്ക് ഡാൻസ്, ഫാൻസി ഡ്രസ്. പിന്നെ സ്പോർട്സിന് പ്രൈസ് കിട്ടോ ഇല്ല എന്നുള്ളതല്ല, പങ്കെടുക്കുക അതിലാണ് വിജയം എന്നാണ് പറയാറ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അപ്പൊ ഞാൻ പറയാം അയ്യോ അതെനിക്കറിയില്ല, അറിയില്ലെങ്കിൽ എന്താ പങ്കെടുത്തൂടെ എന്ന് പറയും. അപ്പം എന്താ ഇതൊക്കെ ഒരു ഗുണം ചെയ്തെന്ന് പറഞ്ഞാല്
അഭിനയിക്കുമ്പോ നമുക്കത് ആ ഒരു സാധനം ഉണ്ടല്ലോ, അന്ന് കിട്ടിയ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് എന്താ ചെയ്താല് ഇത് ചെയ്യാലോ, ഇപ്പൊ അഭിനയിക്കുമ്പോ ഇത് ചാടാൻ പറ്റുമോ, ഇത് വീഴാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ ചെയ്യാലോ, നമുക്ക് ട്രൈ ചെയ്യാലോ. ആ ഒരു ഉത്തരം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു നടൻ എപ്പോഴും വേണ്ടത് അതിനെന്താ ട്രൈ ചെയ്യാലോ, എല്ലാം നമുക്ക് ചെയ്യാലോ, നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്നിനും ഇങ്ങനെ മടിച്ച് നമുക്ക് ഉൾവലിവ് പാടില്ല ആ ഒരു സാധനത്തില്. അപ്പൊ അതന്ന് തന്നൊരു കോച്ചിങ് ആയിരിക്കാം. ഓക്കെ, ഡാഡി അറിഞ്ഞോ അറിയാതെയോ തന്ന ഒരു കോച്ചിങ് അല്ലേ? അതിപ്പോ എല്ലാത്തിനും അങ്ങനെ വേണം എന്നാണ്. നല്ല പ്രോത്സാഹനം ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അന്ന് മുതലേ ഡാഡി മനസ്സിൽ കണ്ടിട്ടുണ്ട് മകൻ ഒരു ആക്ടർ ആയി മാറും എന്നുള്ളത്. അപ്പൊ എന്തായാലും മകനെ പറ്റിയിട്ട് മറ്റു ചില ആളുകൾ പറയുന്ന ചില ഓഡിയോസ് എന്റെ കയ്യിലുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ഇക്ക? ഓക്കെ. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. നമ്മുടെ സിനിമാ നടനായിട്ടുള്ള സിനിൽ സൈനുദ്ദീന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു മികച്ച ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ മിമിക്രി പറഞ്ഞ നമ്മുടെ മെയ്ഡ് ഇൻ ഇങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് സാധനം കിടപ്പുണ്ട്, അതെ, രക്തത്തിലുള്ളതാണ്, അതാ ഉള്ളതാണത്. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പൊ വീട്ടിലൊക്കെ ഓരോ ആക്ടേഴ്സ് ഒക്കെ വരുമ്പോഴും ഡാഡി ഇങ്ങനെ പറയാറുണ്ട് ആള് മിമിക്രി ആണ് കേട്ടോ. ചെറിയ കുട്ടികൾ കാണിക്കുമ്പോ അങ്ങനെ പറയാം. ഞാനും വിചാരിച്ച അതൊക്കെ ആയിരുന്നു എന്നാണോ. പിന്നെ ഞാൻ യുവജനോത്സവം അതിനൊക്കെ പോയി. അപ്പൊ അതിനൊക്കെ പോകുമ്പോഴൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് സ്കൂളിലും കോളേജിലൊക്കെ ആണെങ്കിൽ നമ്മള് സ്റ്റേജിൽ കയറുമ്പോ തന്നെ നല്ല കൈയിടി ഒക്കെ കിട്ടുമായിരുന്നു. കാരണം അവിടുത്തെ പ്രിൻസിപ്പളിന്റെ സൗണ്ട് ഒക്കെ എടുക്കുമായിരുന്നു കോളേജിലെ. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ജോസ്പെറ്റ് സാറിന്റെ സൗണ്ടാണ് ഇതുകൊണ്ട് അതൊരു കഥ പോലെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് നമ്മുടെ ഒരു ഓഡിറ്റോറിയം ഡേ ആയിരുന്നു. അപ്പൊ ഓഡിറ്റോറിയം പണിതത് ഇന്റീരിയർ ഡിസൈനർ ഇന്ന നടനായിരുന്നു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പം അത് നികേഷ് കുമാർ ന്യൂസ് വായിക്കുന്നു. അപ്പൊ ഓരോ നടന്മാരാണ് ഇതിലെ കർട്ടന്റെ വർക്ക് ചെയ്തത് ഇന്ന നടനാണ്, ഇന്റീരിയർ ചെയ്തത് ഈ നടനാണ്, അതുപോലെ തന്നെ സ്റ്റേജ് ഒരുക്കിയത് ഇന്ന നടനാണെന്നൊക്കെ പറഞ്ഞ് അന്ന് മറ്റേ ജാഫ്രഡിക്കൊക്കെ 8 സുന്ദരികളും ഞാൻ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ജാഫ്രഡിക്ക് നമ്മൾ കാണുന്നത്. അന്ന് പോലെ പിടിച്ചതാണ് അല്ലേ? ജാഫർഖാനൊക്കെ പണ്ട് തൊട്ട് ഇഷ്ടമാണ്. ജാഫർക്ക് മകനായിട്ട് എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ പറവില്. അതെ 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 അതെ. ഈ ഒരു നിമിഷത്തിലെ ഒന്ന് ചോദിച്ചോട്ടെ, ജാഫർ ഇടുക്കി അദ്ദേഹത്തെ ഒന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒന്ന് അനുകരിക്കാവോ? ചെറുതായിട്ട് ഒരു പോർഷൻ. എല്ലാം പറയാതെ നിനക്ക് എല്ലാവരും വേണമെങ്കില് അപ്പച്ചോട് ചോദിച്ചാൽ പോരെ. അടിപൊളി അടിപൊളി. ഞാനേ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇക്ക പറഞ്ഞു ഓരോ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ടാണ് അന്ന് സ്കൂളിൽ കലോത്സവത്തിലാണെങ്കിലും പെർഫോം ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഡാഡി എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്? മോനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഡാഡി എല്ലാത്തിനും പങ്കെടുക്കാൻ പറയും. മിമിക്രി, മോണാക്ട്, ബ്രേക്ക് ഡാൻസ്, ഫാൻസി ഡ്രസ്, പിന്നെ സ്പോർട്സിന് എവിടെ പ്രൈസ് കിട്ടോ ഇല്ല എന്നുള്ളതല്ല, പങ്കെടുക്കുക അതിലാണ് വിജയം എന്നാണ് പറയാറ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അപ്പൊ ഞാൻ പറയാം അയ്യോ അതെനിക്കറിയില്ല, അറിയില്ലെങ്കിൽ എന്താ പങ്കെടുത്തൂടെ എന്ന് പറയും. അപ്പം എന്താ ഇതൊക്കെ ഒരു ഗുണം ചെയ്തെന്ന് പറഞ്ഞാല് അഭിനയിക്കുമ്പോ നമുക്കത് ആ ഒരു സാധനം ഉണ്ടല്ലോ, അന്ന് കിട്ടിയ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് എന്താ ചെയ്താല് ഇത് ചെയ്യാലോ, ഇപ്പൊ അഭിനയിക്കുമ്പോ ഇത് ചാടാൻ പറ്റുമോ, ഇത് വീഴാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ ചെയ്യാലോ, നമുക്ക് ട്രൈ ചെയ്യാലോ. ആ ഒരു ഉത്തരം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു നടൻ എപ്പോഴും വേണ്ടത് അതിനെന്താ ട്രൈ ചെയ്യാലോ, എല്ലാം നമുക്ക് ചെയ്യാലോ, നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്നിനും ഇങ്ങനെ മടിച്ച് നമുക്ക് ഉൾവലിവ് പാടില്ല ആ ഒരു സാധനത്തില്. അപ്പൊ അതന്ന് തന്നൊരു കോച്ചിങ് ആയിരിക്കാം. ഓക്കെ, ഡാഡി അറിഞ്ഞോ അറിയാതെയോ തന്ന ഒരു കോച്ചിങ് അല്ലേ? അതിപ്പോ എല്ലാത്തിനും അങ്ങനെ വേണം എന്നാണ്. നല്ല പ്രോത്സാഹനം ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അന്ന് മുതലേ ഡാഡി മനസ്സിൽ കണ്ടിട്ടുണ്ട് മകൻ ഒരു ആക്ടർ ആയി മാറും എന്നുള്ളത്. അപ്പൊ എന്തായാലും മകനെ പറ്റിയിട്ട് മറ്റു ചില ആളുകൾ പറയുന്ന ചില ഓഡിയോസ് എന്റെ കയ്യിലുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ഇക്ക? ഓക്കെ. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. ഡാഡി മമ്മൂട്ടി എങ്കിലും അടുത്ത് പറഞ്ഞു ഇവനാള് മിമിക്രി ആട്ടോ എന്ന് പറഞ്ഞു. മമ്മൂട്ടി എങ്കിലും ചോദിച്ചാണോ എന്നാ കാണിച്ചേ, മിമിക്രി കാണിച്ചേ എന്ന് പറഞ്ഞു. മമ്മൂട്ടീനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കണുള്ളൂ ശരിക്കും. ആ സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ദിസ് മൈ കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ
എന്തോ കാണിച്ചോളൂ. അപ്പോൾ എന്നെ എടുത്ത് ഉമ്മ വെച്ചു. അത് മമ്മൂട്ടികൾ ഓർക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് ഇക്ക ഓഡിയോ കേട്ടോ? കേട്ടു. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടാ നീ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എന്നാ പറയാനുള്ളത്? ഇപ്പം വർഷങ്ങൾ കുറെ കഴിഞ്ഞു, എന്നിരുന്നാലും അത് ഇപ്പോഴും ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ് അല്ലേ? അത് ശരിക്കും ഞാൻ കരഞ്ഞു പോയി ആ നിമിഷം, ആ സ്റ്റേജിൽ വെച്ച്. അതെ, പിന്നെ അത് ഭയങ്കര ഫീലായിരുന്നു അത്. കാരണം ഞാന് സത്യം പറഞ്ഞ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന 2 സെലിബ്രിറ്റീസ് ആണ്. സിദ്ദീഖങ്ങൾ ഇടക്ക് വരും, നമ്മുടെ ആക്ടർ സിദ്ദീഖുണ്ട്. സിദ്ദീഖങ്ങൾ ഇടക്ക് വരും, ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുതരും. പിന്നെ സിദ്ദീഖിന്റെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര തുറന്ന ശബ്ദത്തിലുള്ള ഇതൊക്കെ. അപ്പൊ ഞങ്ങള് ഹാപ്പി സർദാർ എന്നുള്ള മൂവിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞാനും സിദ്ദീഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാം സിദ്ദീഖ്, അപ്പൊ അല്ല പറവേലുണ്ടായിരുന്നല്ലോ, അപ്പൊ അവള് സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സിദ്ദീഖ് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുതന്നു. നീ അതൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും? ഞാൻ പറഞ്ഞു രാത്രി കാറിൽ വരുമ്പോ ഒരു റൗണ്ട് ചുറ്റിട്ട് വരാം കൊണ്ട്. അതൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഉള്ളത് മമ്മൂക്ക വീട്ടിൽ വന്നതാണ്. അയ്യോ, അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം പറഞ്ഞ, ഞാനൊക്കെ ഒന്ന് UKG പഠിക്കണുള്ളൂ. ഞാൻ നോക്കിയപ്പോ ഞാൻ ബെഡ്റൂമിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങി ഉച്ചക്ക് കിടന്ന് ഉറങ്ങിയതാണ്. രാത്രി അവര് 7-8 മണിയൊക്കെ ആയെന്ന് തോന്നണം. ഞാൻ എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് എന്റെ വീട്ടില് മമ്മൂട്ടി ഇറച്ചിച്ചോറ് കഴിക്കുന്നത്. മമ്മൂക്ക, ഓ മൈ ഗോഡ്. എന്റെ അമ്മ ഒരു വെള്ള ജുബ്ബ മുണ്ടൊക്കെ ഇട്ട് മറ്റേ ഹെയർ സ്റ്റൈലൊക്കെ എപ്പോഴും മമ്മൂക്കനെ കാണാൻ നല്ല സ്റ്റൈലിൽ ഈര് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് വന്നതാണോ? എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? അല്ല, വെറുതെ വന്നതാണ്, വീട്ടിലോട്ട് വെറുതെ വന്നതാണ് മമ്മൂക്കനെ. അപ്പൊ ഞാനത് കണ്ടിട്ട് ഇപ്പോഴേക്കും മമ്മീനെ ഉണ്ടായിരിക്കും ഇതേ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ടോ. ഞാനപ്പോ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഞാൻ അടുത്ത് വന്ന് കുറച്ച് പോർഷൻസ് മാത്രമേ ഓർമ്മയുള്ളൂ. ഇങ്ങനെ അടുത്തൊന്ന് നിർത്തി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാറായപ്പോഴേക്കും ഇതിനാള് മിമിക്രി കണ്ട അത് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉറക്കത്തിൽ ഞാനിങ്ങനെ സ്റ്റണ്ടായിട്ട് നിക്കാണ്. അപ്പൊ ഇങ്ങനെ മിമിക്രി കാണിക്കാം. എനിക്കെന്താ പറയാ, നമ്മളെന്തോ മേഘത്തിൽ നിൽക്കുന്ന ഒരു ഫീലില്ലേ, തൊട്ട് നോക്കിക്കോട്ടെ എന്നുള്ളൊക്കെ ഒരു ഫീൽ അല്ലേ? അത് നമ്മള് എയറിലാണ് ഇങ്ങനെ തൊട്ട് എന്താന്നറിയില്ല. മമ്മൂക്ക നമ്മുടെ വീട്ടില്, ഓ മൈ ഗോഡ്, അത് വീട്ടിൽ ഇറച്ചിച്ചോറൊക്കെ കഴിച്ചോണ്ടിരിക്കണം. അതൊക്കെ മമ്മൂക്ക ഒരു മാഗസിനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സൈനുദ്ദീന്റെ വീട്ടിൽ പോയായിരുന്നു. ഇപ്പൊ സൈനുദ്ദീന്റെ വൈഫ് ഇങ്ങനെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കി തന്നായിരുന്നുള്ള കാര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് വായിച്ചപ്പോ നമുക്കൊരു സന്തോഷമായിരുന്നു അല്ലേ? പിന്നെ എന്റെ അമ്മ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ ഇത് ഇപ്പോഴേ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഈ മമ്മൂക്ക അന്ന് വന്നു, മമ്മൂക്ക ഒരു മുത്തമൊക്കെ തന്നു, അതിനുശേഷം പിന്നീട് കണ്ടപ്പോ അതൊക്കെ ഓർമ്മിപ്പിച്ചായിരുന്നു ഇക്കാരെ? മമ്മൂക്ക ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ നമ്മളെ എന്താ പറയാ, ഇപ്പൊ കണ്ടാലും അറിയാം ആ ഒരു ഇത്. അപ്പൊ ഞാന് അങ്ങനെ പറയാറില്ല, പക്ഷെ കണ്ടപ്പോഴേക്കും എന്നോട് പറഞ്ഞ നിന്റെ മിമിക്രിയെ കൊള്ളാം കേട്ടോ. ഞാനപ്പം ഇത് എന്താ പറയട്ടെന്ന് അറിയില്ല. അയ്യോ, എന്റെ മിമിക്രി കാണാറുണ്ട്. പക്ഷെ നീ പെട്ടെന്ന് നിർത്തി കളയുന്നു. നമ്മളൊന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും പെട്ടെന്ന് നിർത്തിക്കളാ. അങ്ങനെ പാടില്ല, കുറച്ചുകൂടെ നീട്ടണം ഡയലോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ അധികം ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുമില്ല, നല്ലതാണോ ഇങ്ങനെ എന്റെ ആകുമ്പോ ഞാൻ നെട്ടിപ്പോയി. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന് ഞാൻ കിട്ടിയിട്ടുള്ള ഒരു അഡ്വൈസിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലേ? ഓ പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, ഇക്ക അങ്ങനെ ഇപ്പോഴും ഓർത്ത് നിൽക്കുന്ന വേറൊരു മൊമെന്റ് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും ഇക്കയ്ക്ക് പറയാനുള്ളത്? ഇതുപോലെ ഇങ്ങനെ ലൈഫിൽ അൺബിലീവബിൾ ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അൺബിലീവബിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ എന്റെ മിമിക്രി ആദ്യമായിട്ട് വൈറലായതാണ്. ആദ്യമായിട്ട് വൈറൽ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുന്നതാണ്. അതായത് ഈ ഫ്ലവേഴ്സിന്റെ ചാനലിൽ ഇങ്ങനെ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കമന്റ്സ് വന്നോണ്ടിരിക്കുന്ന സൗണ്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. കമന്റ് ഇടുമ്പോൾ ഒരു സൗണ്ട് അങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഇപ്പൊ എന്താണെന്നറിയില്ല, മുമ്പുണ്ടായിരുന്നു പണ്ടത്തെ ടൈമിൽ ഇങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ സൗണ്ട് വെക്കും 2017. അത് ഞാൻ കണ്ടപ്പോ എന്ന് പറയുമ്പോഴേക്കും ഒരാൾ എഴുതിക്കണ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയില് ഒരു വീഡിയോ ക്ലിപ്പിന് ഇത്രയധികം പോസിറ്റീവ് കമന്റ്സ് കാണും, ഒരു നെഗറ്റീവ് കമന്റ്സ് പോലും ഉണ്ടാവും. സാധാരണ എന്തെങ്കിലും നെഗറ്റീവ്, ഇതങ്ങനെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കൊറേ പേരെന്നെ വിളിച്ചു മിമിക്രി കണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയേട്ടൻ വിളിച്ചതാണ്. ഞാൻ നോക്കിയപ്പോ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോജു ചേട്ടൻ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജോജു
അപ്പൊ ചേട്ടന് ഫോൺ വിളിച്ച്, അപ്പൊ ഞാനാണെങ്കിൽ ചേട്ടനെ കാണണമെന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. ആൾക്കാർ പുള്ളി ചെയ്യുന്ന റോൾസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എടാ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഹലോ എടാ മോനെ എടാ ചേട്ടനാണ് ജയസൂര്യ എന്ന് പറയും. അപ്പോഴും ജപ 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 എന്താ അല്ല എടാ നിന്റെ സൂപ്പറായിരുന്നു കേട്ടാ നോക്കൂ. താങ്കി കേട്ടോ താങ്കി. നമുക്ക് എന്തായാലും ശരി എനിക്കടാ നമുക്കൊരു പരിപാടി വിളിക്കാം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര ഇതായിരുന്നു. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നതൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത മൊമെന്റ് തന്നെ അല്ലേ? ആണോന്നോ, അതായത് വീട് തുറന്നു നോക്കുമ്പോ സ്വിറ്റ്സർലൻഡ് ഫ്രണ്ടില് പോണോന്ന് ആഗ്രഹിച്ചു നോക്കുമ്പോ നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലം നമ്മൾ ജനല് തുറന്നു നോക്കുമ്പോ കാണുന്ന ആ ഫീലാണ് ഇവരൊക്കെ നമ്മള് കാണുമ്പോ കിട്ടുന്നത്. ഓക്കെ, വെറുതെ അല്ല നിവിൻപോളി പറഞ്ഞത് ചുറ്റിലുള്ള ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇനി അങ്ങനത്തെ നല്ല കൊറേ മൊമെന്റ്സ് ഒക്കെ കിട്ടട്ടെ. ഇനി സമയം കിടക്കുവല്ലേ അങ്ങോട്ട്? സമയായാ മതിയായിരുന്നു. സമയം നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുവല്ലേ? ഇപ്പൊ എന്താ എൻജോയ് ചെയ്യുവല്ലേ? അപ്പൊ എന്തായാലും വൺ പ്രിൻസസ് സ്ട്രീറ്റിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതെ, ഞങ്ങളും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ അടുത്തൊരു ഓഡിയോ കൂടെ ഉണ്ട്, ഓഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, പോവാം. ഓക്കെ, 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. മിമിക്രി വേദിയിലൂടെ സൈനുദ്ദീനെ എനിക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ഞാനൊക്കെ വളരെ ആരാധനയോടെ സൈനുദ്ദീൻ്റെ പ്രോഗ്രാംസ് നോക്കി നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈനുദ്ദീൻ്റെ തമാശകളൊക്കെ വളരെ വളരെ ഫേമസ് തമാശകൾ ഒരുപാടുണ്ട്. അപ്പോൾ സൈനുദ്ദീൻ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സിദ്ദിഖിക്ക നമ്മുടെ സൈനുദ്ദീനിക്കനെ കുറിച്ച് പറയുന്ന ഒന്നാണ്. ഓക്കെ, അപ്പം അവരെല്ലാവരും എന്താ ഭയങ്കര കാര്യമായിട്ട് അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. നമ്മളാണെങ്കിലും അത്രയേറെ കണ്ടിട്ടുള്ള ഒരു മുഖമാണ്. അപ്പം ഇക്കയ്ക്ക് എന്താണ് ഡാഡിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? അയ്യോ, ഡാഡിയെ കുറിച്ച് നമ്മളിപ്പോഴും ഞാനും വൈഫായിട്ടിരുന്ന് രാത്രി കിടക്കാതിരുന്ന ഡാഡിയുടെ മൂവീസ് ഒക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് രാത്രി സമയം കിട്ടുമ്പോ പള്ളിയിൽ ഞങ്ങൾ പോവാറുണ്ട്. പള്ളിയുടെ അകത്ത് പോകാൻ പറ്റില്ല ആ സമയത്ത്, പക്ഷെ നമ്മൾ ഇടയ്ക്ക് പോകും. ആ ഡാഡിയുടെ ഇവിടെ കബറടക്കി ഇരിക്കുന്ന ഇവിടെയാണ്, ഓപ്പറോന്റെ അടുത്തുള്ള പള്ളിയിലാണ്. അപ്പൊ അവിടെയൊക്കെ പോയി ഞങ്ങള് ദുആ ചെയ്യും. കാരണം ആ ഒരു ഡാഡിയുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോ എന്നെ വിളിച്ചേക്കുന്നത്. മനസ്സിലായി? അത് ഞാനായിട്ടൊന്നും ചെയ്തിട്ട് ഇല്ല. അങ്ങനെ ഞാനായിട്ടൊന്നും ഒരു ഹാർഡ് വർക്ക് ഒരാളെ പോയി കാണുകയോ അങ്ങനെ വിളിച്ച് ചാൻസ് ചോദിക്കണം അങ്ങനത്തെ ഒന്നും എന്നെ സംബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഞങ്ങളെ. കാരണം എന്താ പറയാ, കാര്യം ഓൾറെഡി അത് വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഉള്ളിലാണ് തന്നേക്കണേ സംഭവം. ഈ ഒരു കലാരൂപം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അവരുടെ കോമഡീസ് ഒക്കെ എല്ലാം എന്താ പറയാ ഇപ്പൊ പറഞ്ഞാലും നമ്മൾ കേട്ട് നമ്മള് ചിരിക്കും. കാരണം ഇവരൊക്കെ ഒരുപാട് ചിരിക്കുന്നു. കാരണം സിദ്ദീഖങ്ങളും ലാലങ്ങളൊക്കെ ഇവിടെ വരും. പക്ഷെ ചെറുപ്പത്തിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരുടെ സൗണ്ട് ഒന്നും എനിക്ക് മനസ്സിലാവില്ല. കാരണം അധികം ചെറുപ്പത്തിലായിരിക്കുമ്പോ എന്താ മനസ്സിലാവില്ല. ഇവര് പറയും വന്നു കഴിഞ്ഞ ഒച്ചപ്പാടും കൂടെ ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനും ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒരുപാടുണ്ട്. ഒരുപാട് ഓർമ്മകളും അല്ലേ? ഒരുപാട് ഓർമ്മയുണ്ട്. അതാണ് ഏത് കോമഡി പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു. ഇപ്പൊ വീട്ടില് ഇപ്പൊ ഇരിക്കുമ്പോ ആലോചിക്കുന്നത്, മുമ്പ് സൺഡേസ് ഒക്കെ ഡാഡിയും ഞാനും ഇക്കയും ചിലപ്പം ബിരിയാണി ഒക്കെ കഴിച്ച് വീടിന്റെ സിറ്റ് ഔട്ടിലിരിക്കണായിരിക്കും. അപ്പം മമ്മീനെ വിളിക്കും, ലൈല വിളിക്കുമ്പോ വിളി കേൾക്കൂല, അടുക്കളത്തിലാണല്ലോ. ഞങ്ങളോട് ചോദിക്കും രക്ഷോട്ടാ പോയോടോ, നല്ല പോയാ രക്ഷോട്ടാ. അങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. ഏതാന്ന് ചോദിച്ചിട്ട് നമ്മള് കൺഫ്യൂസ്ഡ് ആവും. ആള് മൊത്തത്തിൽ ഒരു ചിൽ പേഴ്സൺ ആയിരുന്നു അല്ലേ? നമ്മള് അതായിരുന്നു. പക്ഷെ വീട്ടിൽ വരുമ്പോ നല്ലൊരു ഫാദറാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡാഡിയാണ്. പഠിക്കുന്ന സമയത്ത് പഠിക്കണം, കളിക്കണം, എപ്പോഴും പഠിച്ചോണ്ടിരിക്കണം. പോയി കളിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ വീക്കെൻഡ്സ് ഞങ്ങൾ പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോവും. അതുപോലെ മൂവിക്കൊക്കെ പോയി കഴിഞ്ഞാല് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും നല്ല കുറച്ച് ആൾക്കാരുണ്ടോ വഴി തരും. അതായത് ഞങ്ങള് കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ആൾക്കാരൊക്കെ കൂടും. എന്നിട്ട് ഡാഡിയുടെ മൂവീസിലെ കമന്റ്സ് ഒക്കെ ഏതാ
വീഡിയോ ഉണ്ടോ സഖാവി തീപ്പറ്റി എടുക്കാൻ? അതെ അതെ അതെ. എന്റെ പാവ ചെവി കേട്ടൂടെ? എടോ ഈ ഹിറ്റർ മാധവൻ കുട്ടിയുടെ വീട് എവിടാന്ന്. അങ്ങനെ എല്ലാ സിനിമയിലെ ഡയലോഗ്സും പിന്നെ പണ്ട് ആൾക്കാർ പിച്ചൊക്കെ ചെയ്യുമായിരുന്നു. എന്തിനാണ് നമുക്ക് മനസ്സിലാവില്ല. പണ്ട് ആടിന്റെ പിച്ചൊക്കെ ചെയ്യും. ആണല്ലേ? അതിലൂടെ എന്തോരൊക്കെ കിട്ടണെന്ന് നമുക്കറിയില്ല. അപ്പം അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു സെലിബ്രിറ്റി കിഡ് എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തില് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോഴും ആൾക്കാർ കാറിന് മുമ്പിൽ വന്നിട്ട് സരുക രണ്ട് വിളിക്ക്. അപ്പൊ ഞാൻ മടി നിൽപ്പുണ്ടാവും. അപ്പൊ ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഫ്യൂച്ചർ പിന്നെ അദ്ദേഹം എന്താണ് തന്നിട്ട് പോയത്, കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഒക്കെ ബാക്കി പിന്തുടരാനായിട്ട് പറ്റട്ടെ ഹിക്കാനെ കൊണ്ട് അല്ലേ? അതിനുള്ള എല്ലാം വന്ന് ചേരട്ടെ. അതെ അതെ. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ. ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ചോദിക്കാനായിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ടും ഒരു ഒബ്സർവേഷൻ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. അസ് യൂഷ്വൽ ഒരു മിമിക്രി പേഴ്സൺ ആണ്. സോ അവർക്ക് ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറച്ചും കൂടെ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നാളൊന്ന് വർക്കിലൊക്കെ പോയത്. ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം ഇക്കയെ സംബന്ധിച്ച് ഒരു ആക്ടറിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ആസ് എ മിമിക്രി ആർട്ടിസ്റ്റാണ് താങ്കൾ, അപ്പം അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മകനാണ്. അപ്പം ഇക്കയെ സംബന്ധിച്ച് ഒരു അഭിനയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പം മുമ്പേ ആണെങ്കിൽ ഇക്ക പറഞ്ഞു ഓക്കെ ചാടാൻ പറയുമെങ്കിൽ ചാടണം, അല്ലെങ്കിൽ ഓടാൻ പറയുമ്പോൾ ഓടണം, പറ്റുമോ എന്നൊന്നും നോക്കി നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇക്ക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഓക്കെ ഇക്കയെ സംബന്ധിച്ച് എന്താണ് ഒരു അഭിനേതാവിന് വേണ്ടത്? അഭിനേതാവിന് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളൊരു സാധനം എഗ്രി ചെയ്തെങ്കിൽ അത് അയ്യോ അതെനിക്ക് പറ്റില്ല, ഈ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിലോട്ട് ചാടാൻ മീൻസ് കൊക്കയിലോട്ട് ചാടണം ആ സീനല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അങ്ങനത്തെ ഇത് പറ്റില്ല, അല്ലെങ്കിൽ വെയില് കൊള്ളാൻ പറ്റില്ല, അതൊന്നും മടിയെന്ന് പറഞ്ഞ സാധനം പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു ആക്ടർ എന്ന് പറയുന്ന ശരിക്കും ഒരു ആർമി ഓഫീസറിനെ പോലെയാണ്. കാരണം ഏത് പാതിരാത്രിക്കും നമുക്ക് എപ്പോ വേണമെങ്കിലും യുദ്ധം നടക്കാം. അപ്പം ചാടി എഴുന്നേറ്റിട്ട് കമാൻഡോ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏത് പാതിരാത്രിക്കും ചിലപ്പോ നമ്മള് ഒന്ന് ഉറങ്ങി വന്നിരിക്കും, എപ്പോഴായിരിക്കും വിളി തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് കിടന്നിട്ട് വരാന്ന് പറഞ്ഞ ഇല്ല, പിന്നെ അത് വേറെ സംഭവത്തിലോട്ട് രീതികളിലോട്ട് പോകുന്നത്. അപ്പൊ എപ്പോ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ റെഡി സാർ എന്നുള്ളൊരു സാധനം വേണം. അതെ, നമ്മൾ ഒരാളൊന്ന് മയങ്ങിപ്പോയാൽ യുദ്ധത്തെ മൊത്തത്തിൽ അതങ്ങ് ബാധിക്കും അല്ലെ? ബാധിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇക്ക കണ്ടുപഠിച്ചു, അനുഭവിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അല്ലെ? അത് അങ്ങനെയാണ്. കാരണം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ അവരൊക്കെ തന്നെ. കാരണം എനിക്ക് ഞാൻ ലാലേട്ടൻ്റെ ഒക്കെ കാണുമ്പോ ലാലേട്ടന്റെ ഒക്കെ ഇവരുടെ ഒക്കെ ഒരു വിജയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ടൈം എനർജി. ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ഇങ്ങനെ മടിച്ചിരിക്കുന്ന ഒരു ലാലേട്ടനെ ഒന്നും. കാരണം ഞാൻ അമ്മ ഷോയിലൊക്കെ കാണുമ്പോഴൊക്കെ കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അമ്മ ഷോയില് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, സ്കിറ്റ് ചെയ്യുന്നു, എല്ലാം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. എനർജി ഭയങ്കര എനർജിയാണ്. അല്ലെങ്കിൽ നമുക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മടുക്കും. അപ്പം ഒരു മടി പാടില്ല. നമ്മളെപ്പോഴും റെഡി. നമ്മളിവിടെ ലൊക്കേഷനിലാണ് ഇപ്പൊ ഹോം എന്ന് പറഞ്ഞ സീരീസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആണെങ്കിലും എല്ലാവരോടും വിളിക്കണം. റെഡി എന്ന് പറഞ്ഞ വാക്കിന് ഭയങ്കര പവറാണ്. റെഡി എന്ന് പറയുമ്പോ നമ്മൾ തന്നെ റെഡി ആയിപ്പോ. ഇപ്പൊ അതിപ്പോ നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോഴും തന്നെ മുമ്പ് മടിയായി ഒരു സാധനമുണ്ടോ എഴുന്നേക്കാനൊക്കെ ഒരു മടി. കണ്ണ് തുറന്നു കഴിയുമ്പോ റെഡിയാണ് ആ ഒരു സാധനം നമ്മളെല്ലാം ഇപ്പൊ എല്ലാം റെഡി ആയിട്ട് വരും. എന്തിനും റെഡി ആയിട്ടിരിക്കുക അല്ലേ? റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും എന്തിനും റെഡി ആയിട്ടിരിക്കുന്ന സിനിൽ സൈനുദ്ദീന് അപ്പൊ നല്ല അടിപൊളി നല്ല കഥാപാത്രങ്ങളെ കിട്ടട്ടെ. ആൻഡ് അതോടൊപ്പം തന്നെ ഞാനേ ചില കാര്യങ്ങളും കൂടെ ഇക്കയോടെ ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. നമുക്ക് ഈ ഇപ്പൊ എവിടെ അയ്യോ വേണ്ട ഇപ്പൊ ഇക്കാർക്ക് കടം വീട്ടിക്കൊണ്ടിരിക്കുമല്ലേ? 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം സിനിമാ താരം സിനിൽ സൈനുദ്ദീൻ.
നമ്മളെ ഇപ്പൊ എവിടെ നോക്കിയാലും തമാശയാണ്. ഇപ്പം പല എന്താണ് ടെലികോം സീരീസ് ഉണ്ട്, സിറ്റ്കോം സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ പല ഷോസും ഉണ്ട്. ഈ തമാശേനെ കുറെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ഷോസ് ഉണ്ട്. സോ ഇതിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതോ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലേക്കാണോ കൊണ്ടുപോകുന്നത് ജനഹൃദയങ്ങളിലേക്ക്? എങ്ങനെയാണ് ഇക്ക ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? കോമഡിയോ? ടെലിവിഷനിലെ കോമഡിക്ക് ശരിക്കും ഒരു പരിമിതിയുണ്ട്. അത് നമുക്ക് സാധാരണ ഇതിൽ നിന്ന് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് എവിടെയെങ്കിലും ഇരുന്ന് പറയുന്ന പോലെ നമുക്ക് മീഡിയയില് പറയാൻ പറ്റില്ല. പറഞ്ഞു പോയവരുണ്ട്, പക്ഷെ അവർക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. അപ്പം പൊതുവെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ബോഡി ഷെയ്മിങ്, അപ്പൊ തടിയുള്ള ഒരാളെ നിനക്ക് നടന്നു വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണത്, അത് പല ഒന്നാമത്തെ നമ്മുടെ സമൂഹത്തില് അമ്മയെ തല്ലിയ രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരുണ്ട്. അത് മനസ്സിലായി. അപ്പൊ അത് നല്ലതും പറയും ചീത്തതും പറയും. ഒരാൾ വീണാണ്ട് ഒരാൾക്ക് ചിലപ്പോൾ ചിരി വരും, ചിലർക്ക് അയ്യോ എന്തെങ്കിലും പറ്റിക്കാണോ, അവന്റെ വീഴ്ച കണ്ടോ, ഞാൻ ചിരിച്ചാമോ എന്ന് പറയുന്ന ആൾക്ക് അയ്യോ ആൾ വീണാണ്ട് നാട്ടിൽ എന്തോ പറ്റിയിട്ടുണ്ട് തോന്നും. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണല്ലോ നമുക്ക് അറിയാലോ. അപ്പൊ നമുക്ക് രാത്രിയും ഉണ്ട് പകലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയിലുള്ളതാണല്ലോ. അപ്പം കോമഡിക്കൊക്കെ ഒരു പരിധിയുണ്ട് നമുക്ക് ടി വിയിൽ വരുമ്പോ പറയാനൊക്കെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇതൊക്കെ കുറെ കൂടെ നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊക്കെ ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കണം. എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാല് അത് പോയാ പോയി, അത് പിടിച്ചു സ്പൈഡർമാന്റെ പോലെ അങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് വരും. അപ്പം തമാശകളൊക്കെ പണ്ടത്തെ പോലെ അല്ല. കാരണം ഇപ്പൊ എല്ലാവരും എന്തിനും ഏതിനും പറയാൻ വേണ്ടിയും ആ ഒരു കണ്ടന്റ് വെച്ച് അവരും ഫേമസ് ആകും. അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മാറി, പണ്ടത്തെ പോലെ അല്ല. ഇപ്പം അതൊരു കുറച്ചും കൂടെ നമ്മളെ ഒന്ന് എന്താ നമ്മുടെ ആ ഒരു കലയെ അല്ലെങ്കിൽ ആ ഒരു തമാശനെ ഒന്ന് ഡെലിവർ ചെയ്യാനായിട്ട് ഒരു കുറച്ചും കൂടെ ഒന്ന് പിടിക്കുന്നുണ്ട് പോലെ തോന്നുന്നുണ്ടായിക്കാം. തമാശ പറയുമ്പോ പിടിക്കും, നല്ല തമാശകളെന്നും എവിടെ അംഗീകരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ തമാശ പറയുന്ന പോലെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. അതെ, നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ നമ്മൾ കാത്തിരിക്കുന്നത് എന്താ ഇക്കാടെ തമാശ വിവരങ്ങൾ, വിശേഷങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. കുറച്ചും കൂടെ ഒന്ന് പേഴ്സണൽ ആയിട്ട് പോവാണെങ്കിൽ ഇക്കാനെ കുറിച്ച് കൂടുതലൊന്ന് അറിയാനായിട്ടൊരു ആഗ്രഹം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇത്താടെ പേര് നമ്മൾ കേട്ടു, ഹുസൈന എന്നുള്ളതാണ്. അപ്പൊ ബാക്കി വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യോ? ഞാനും മമ്മിയും എന്റെ വൈഫും ആണ് ഉള്ളത്. പിന്നെ എന്റെ ചേട്ടൻ, എന്റെ ബ്രദർ, എപ്പിക്ക, വൈഫ്, പിന്നെ ഒരു മോള്. അല്ലേ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫാമിലി മുന്നോട്ട് പോകും അല്ലേ? അപ്പം ഞങ്ങൾ എന്തായാലും വൺ പ്രിൻസസ് സ്ട്രീറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇതിന് പുതിയ പ്രൊജക്ട്സ് ഇനി എന്തൊക്കെ വന്നിട്ടുണ്ട് ഇക്ക? പുതിയ പ്രൊജക്ട് ഇനിയിപ്പോ തിയേറ്ററിൽ വന്നാലേ അറിയുള്ളൂ. സർപ്രൈസ് ആണോ? സർപ്രൈസിന്റെ അല്ല, അത് ഇറങ്ങാറാവുമ്പോ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ തുടങ്ങുമ്പോ പറഞ്ഞാൽ മതി. ഇതന്ന് പറഞ്ഞാണല്ലോ, ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത്. കാത്തിരുന്ന് മുഷിയണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. ഇക്കാടെ സ്നേഹം ആരും കാണാണ്ട് പോവരുത് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. എന്റെ പേര് ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റിൽ തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുകയാണ്. അപ്പൊ എന്താ നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? മെയ് 16 റിലീസ് ആവാനായിട്ട് വന്നത്. മെയ് 17 അല്ലേ? 17 ഞാൻ ഗൂഗിൾ ചെയ്ത് നമുക്ക് നോക്കിയപ്പോ നമുക്ക് 17 കണ്ടത്. നമ്മൾ എന്തായാലും കാത്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വരട്ടെ. ഓക്കെ, നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോട് ഇക്കായ്ക്ക് എന്നെ അവസാനമായിട്ട് പറയാനുള്ളേ? I love you. Oh God. We love you too. എനിക്കത്ര എല്ലാരോടും സ്നേഹം. ഐ ലവ് യു ഓൾ. അപ്പൊ എല്ലാരും എന്താ പറയാ, നന്നായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. എല്ലാരും പോലെ റെഡി ആയിട്ടിരിക്കുക. അപ്പം ഞങ്ങള് റെഡിയാണ് സിനിമയൊക്കെ കാണാനായിട്ട്. അപ്പൊ ഇക്കായും റെഡി ആയിട്ടിരുന്ന നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഇക്ക, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഓക്കെ, താങ്ക് യു. യെസ്, ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിൽ സൈനുദ്ദീൻ. 89.6 FM, Sarkar